Okay, continuation of correlation, multiple correlation. Multiple correlation എന്ന് പറയുന്നത് in this we measure the association between a number of variable like 3 or more variables simultaneously. Here all variables are treated as random variables. അപ്പോൾ ഇതിൽ പറയുന്നത് we measure the association between a number of variables അല്ലേ 3 or more മൂന്നോ അതിൽ കൂടുതൽ വേരിയബിൾസിൻ്റെ അസോസിയേഷനാണ് നമ്മൾ നോക്കുന്നത് സൈമൾട്ടേനിയസ് ആയിട്ട്. ഓൾ വേരിയബിൾസ് ആർ ട്രീറ്റഡ് ആസ് റാൻഡം വേരിയബിൾസ്. എല്ലാ വേരിയബിൾസും നമ്മൾ റാൻഡം വേരിയബിൾസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R1 2 3 ആണെങ്കിൽ R² 1 2 പ്ലസ് R² 1 3 മൈനസ് 2R1 2 R1 3 R2 3 ഡിവൈഡഡ് ബൈ 1 മൈനസ് R² 2 3. ഇതുപോലെ നെക്സ്റ്റ് വരുന്നു R2 ഓക്കെ R2 1 3 എന്ന് പറഞ്ഞാൽ R² 1 2 പ്ലസ് R² 2 3 മൈനസ് 2R1 2 R1 3 R2 3 ഡിവൈഡഡ് ബൈ 1 മൈനസ് R² 1 3. സെയിം തന്നെ R3 1 2 എന്ന് പറയുമ്പോൾ R² 1 3 R² 2 3 മൈനസ് 2R1 2 2R1 2 R1 3 R2 3 സെയിം ആണ് ഒക്കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് R² 1 2 അതിൻ്റെ റൂട്ട് കാണാം. ഇതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ്റെ ഫോർമുല പറയുന്നത്. നമുക്കതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് calculate coefficient of multiple correlation R1 2 3 R2 1 3 and R3 1 2. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് R1 2 3. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? R1 2 പ്ലസ് R² 1 3 മൈനസ് 2R1 2 R1 3 R2 3 ഡിവൈഡഡ് ബൈ 1 മൈനസ് R² 2 3. ഓക്കെ, അതിൻ്റെ എന്താണ് കാണേണ്ടത്? ജസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷന് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. R1 2 തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? R1 2 0.8 അതിൻ്റെ സ്ക്വയർ പ്ലസ് റൂട്ട് ഉണ്ട് കേട്ടോ 0.8 സ്ക്വയർ പ്ലസ് 0.4 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 0.8 ഇൻറ്റു 0.4 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.25. സോ നമുക്ക് എത്ര ആൻസർ കിട്ടും? ചെയ്ത് നോക്കുക. 0.8 മൈനസ് 0.32 ഡിവൈഡഡ് ബൈ 0.75 എന്ന് കിട്ടും. റൂട്ട് അതിൻ്റെ റൂട്ട് 0.8 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കുക. ഞാൻ ഇക്വേഷൻസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെയിം ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് R2 1 3 അല്ലേ. R2 1 3 എന്ന് പറയുമ്പോൾ R² 1 2 പ്ലസ് R² 2 3 മൈനസ് 2R1 2 R1 3 R2 3 ഡിവൈഡഡ് ബൈ 1 മൈനസ് R² 1 3. സോ നോക്കുമ്പോൾ 0.8 സ്ക്വയർ പ്ലസ് 0.5 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 0.8 ഇൻറ്റു 0.4 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.16 അതിൻ്റെ റൂട്ട് നമുക്ക് എത്ര കിട്ടും?
ഓക്കെ, അതിൻ്റെ റൂട്ട് നമുക്ക് എത്ര കിട്ടും? 0.89 മൈനസ് 0.32 ഡിവൈഡഡ് ബൈ 0.84, അതിൻ്റെ റൂട്ട് that is equal to 0.82. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് R312. R312 കാണാനുണ്ട്. അതിൽ പറയുന്നത് R² 13 പ്ലസ് R² 23 മൈനസ് 2R12 R13 R23 divided by 1 minus R² 12, അതിൻ്റെ റൂട്ട്. സോ 0.4 സ്ക്വയർ പ്ലസ് 0.5 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 0.8 ഇൻറ്റു 0.4 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8 സ്ക്വയർ, അതിൻ്റെ റൂട്ട്. സോ ഇസ് ഈക്വൽ ടു 0.16 പ്ലസ് 0.25 മൈനസ് 2 ഇൻറ്റു 0.8 ഇൻറ്റു 0.4 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.64, അതിൻ്റെ റൂട്ട്. So it is equal to 0.41 minus 0.32 divided by 0.36. Okay, that is equal to 0.5. അപ്പോൾ R312 എന്ന് പറയുന്നത് എന്താണ്? 0.5 ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സെയിം ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് വായിക്കാം, നിങ്ങൾ ചെയ്തിട്ട് ആൻസർ പറയാം. ഫ്രം ദ ഫോളോയിങ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് മൾട്ടിപ്പിൾ കോറിലേഷൻ, ദാറ്റ് ഈസ് R123 R213 ആൻഡ് R312. എന്തൊക്കെയാണ്? R123 കാണണം, R213 ആൻഡ് R312 കാണണം. R12 0.7, R13 0.8, R23 0.9 തന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. സെക്കൻഡ് പ്രോബ്ലം R1.23 123 നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ പഠിച്ചിരിക്കണം കേട്ടോ. റൂട്ട് ഓഫ് R² 12 പ്ലസ് R² 13 മൈനസ് 2R12 R13 R23 അല്ലേ? ഇതെല്ലാം എല്ലാറ്റിലും എന്താ? സെയിം തന്നെ. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 മൈനസ് R² 23. ഓക്കെ, അതിൻ്റെ എന്താ കാണേണ്ടത്? റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടും 0.7 സ്ക്വയർ പ്ലസ് 0.8 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 0.7 ഇൻറ്റു 0.8 ഇൻറ്റു 0.9 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.9 സ്ക്വയർ അല്ലേ? കുറച്ച് വ്യത്യാസങ്ങൾ വരുള്ളൂ. ഇക്വേഷൻ നോക്കുക, ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.49 പ്ലസ് 0.64 മൈനസ് 1.008 divided by 0.19. Okay, so that is equal to 0.801 കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് R213 സെയിം തന്നെ നമുക്ക് എങ്ങനെ കിട്ടും? വാല്യൂസ് ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല, ഇക്വേഷൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ നോക്കുക. 0.7 സ്ക്വയർ പ്ലസ് 0.9 സ്ക്വയർ മൈനസ് ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല. R213യുടെ ഇക്വേഷൻ 0.7 സ്ക്വയർ പ്ലസ് 0.9 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു കണ്ടോ 0.7 ഇൻറ്റു 0.8 ഇൻറ്റു 0.9 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8 സ്ക്വയർ. അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.4
9 plus 0.81 minus 1.006 divided by 0.36. Okay, so it is equal to 0.9 കിട്ടിയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഇതുപോലെ തന്നെ സെയിം തന്നെ R312 എന്ന് പറയുമ്പോൾ സെയിം തന്നെ R² 13 ഇക്വേഷൻ പ്ലസ് R² 23 മൈനസ് 2R12 R13 R23 divided by 1 minus R² 12 അതിൻ്റെ റൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.8² പ്ലസ് 0.9² മൈനസ് 2 ഇൻറ്റു 0.7 ഇൻറ്റു 0.8 ഇൻറ്റു 0.9 divided by 1 minus 0.7². So it is equal to 0.64 plus 0.81 minus 1.006 divided by 0.51. So that is equal to 0.64 plus 0.81 minus 1.006 divided by 0.51, that is equal to 0.931. ഓക്കെ, ഇത്രയാണ് ഈ ഒരു മൾട്ടിപ്പിൾ കോറിലേഷനിൽ പറയാനുള്ളത്. കൂടുതൽ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുക, എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക് യു.